ഇന്ന് നമുക്ക് മുഖത്ത് തേക്കാൻ ഒരു കൂട്ടം സാധനം ഉണ്ടാക്കുകയാണ്. ഇത് അതിന് വേണ്ടുന്ന സാധനമല്ലേ പരിപ്പ് ഇച്ചിരി വെള്ളത്തിൽ ഇടുക, ഉരുളക്കിഴങ്ങ്, തൈര്, നാരങ്ങ, പിന്നെ ഒരു കൂട്ടം കൂടെ വേണം, മഞ്ഞൾപ്പൊടി, പിന്നെ തേനകത്ത് കുറച്ചുണ്ട്, അത് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇതെല്ലാം കൂടെ കൂടി നമുക്ക് അരച്ചെടുക്കണം. ഇത് കണ്ടല്ലോ, മുഖത്തെ രഞ്ജി അമ്മയില്ലേ, ഒരു ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ഒരു പാക്കാണ്. മുഖത്തെ കറുത്ത പാടുകളും ഈ കരിമെങ്കിലും പോലുള്ള എല്ലാം പോകാനായിട്ട് അവർ സ്ഥിരം എല്ലാവർക്കും തേച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് കിട്ടുന്നത് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണം, നല്ല പ്യൂറായിട്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് ഉപയോഗിക്കണം. പിന്നെ തേന് ചെറുതേന്, നല്ല തേനായിരിക്കണം. അരച്ചെടുക്കവേ. അരച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ചേർക്കാം നമുക്ക്. ഇത് തൈര് ലൂസ് പോലെ ആയോ എന്ന് നോക്കാം. എന്നിട്ട് ഇങ്ങനെ അരച്ച് ഇച്ചിരി സമയം വെച്ചിരുന്നാൽ മതി. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വേണമായിരുന്നു. കൈയും കൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കണം. ഇങ്ങനെ ഇരുന്നാൽ മതി. കയ്യിലും കൊണ്ട് വാരി നമുക്ക് തേക്കാമല്ലോ. ഇനി അതിനകത്തേക്ക് തേനും കൂടെ ചേർക്കണം. ഇതിനകത്തേക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. കടലമാവിന് പകരം കടലയല്ല, ഈ പരിപ്പില്ലേ, പരിപ്പ് അരച്ച് ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. നല്ല മുഖത്ത് നല്ല കറുത്ത പാടുകൾ പോകുന്നത് സ്ഥിരം തേക്കാൻ നല്ലതാണ്. ഇങ്ങനെ ഇന്ന് ഉണ്ടാക്കിയിട്ട് മുഴുവൻ തീർന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളത്തേക്കും കൂടെ ഉപയോഗിക്കാം കേട്ടോ. ഇച്ചിരി തേനും കൂടെ ചേർക്കട്ടെ. ഒരു 1/2 സ്പൂൺ തേൻ ചേർത്താലും മതി. തേൻ തീർന്നായിരുന്നു. എല്ലായിടത്തും ആക്കണം. ഓക്കെ, ഇനി മുഖത്ത് തേക്കാം നമുക്ക്. ഇത് നമുക്ക് മുഖത്തോടെ അങ്ങ് തേക്കണം. ആദ്യം തലയിൽ ഇതിങ്ങനെ ഒരു തുണി കെട്ടണം. എന്തിനാന്ന് വെച്ചാൽ മുടിയിൽ ഇവിടെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും തേക്കാവുന്ന പാക്കാട്ടോ. ഇച്ചിരി വെള്ളം കൂടുതലായ പോലെ, എന്നാലും കുഴപ്പമില്ല. എത്ര ഇങ്ങനെ ഇരുന്നോട്ട് കുഴപ്പമില്ല. കണ്ടോ, കഴുത്തേലും ഒക്കെ തേക്കണം കേട്ടോ. കുളിക്കണതിന് മുമ്പാണ് തേക്കണമെങ്കിൽ നമുക്ക് കഴുകി കളയാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ അല്ലാതെ ആണെങ്കിൽ കഴുകാൻ പാടില്ലേ. കുളിക്കണതിന് മുമ്പാണെങ്കിൽ കുളിമുറി കയറുന്ന ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കഴുകി കളയാൻ കേട്ടോ. എന്ത് സാധനം മുഖത്തിട്ടാലും ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വേണം കഴുകി കളയാൻ. ഇങ്ങനെ മസാജ് ചെയ്യുള്ളൂ. ഞാൻ മുകളിലേക്ക്
ഞാനിത് എന്താ വെച്ചാൽ എൻ്റെ ഇവിടെയൊക്കെ ഈ കറുത്ത പാട് പോലെയുണ്ട് ഇവിടെ, അത് മാറുമോ നോക്കാനാണ്. തേച്ചിട്ട് എല്ലാവരും തേച്ച് നോക്കട്ടെ, വ്യത്യാസം അറിയാൻ പറ്റും.